നെല്ലിക്കുഴിയിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം പ്രതി രണ്ടാനമ്മ തന്നെ. സ്വന്തം കുട്ടി അല്ലാത്തതിനാൽ ഒഴിവാക്കാൻ തന്നെയായിരുന്നു കൊലപാതകം നടത്തിയതെന്നും വ്യക്തമായി. UP സ്വദേശിയായ അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ മകളാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. പിഞ്ചുകുഞ്ഞ് അരുംകൊല ചെയ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കാനാവാതെ നടുക്കത്തിലാണ് പ്രദേശവാസികൾ. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് ദുർമന്ത്രവാദവുമായി ബന്ധമില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കോതമംഗലം സ്വദേശിയായ നൌഷാദിന്റെ സ്വാധീനത്താൽ അല്ല കൊലയെന്നും കണ്ടെത്തി. സ്വന്തം കുട്ടി അല്ലാത്തതിനാൽ ഒഴിവാക്കാൻ തന്നെയായിരുന്നു രണ്ടാനമ്മ കൊലപാതകം നടത്തിയതെന്നും വ്യക്തമായി. കോതമംഗലം നെല്ലിക്കുഴി കുറ്റിലിഞ്ഞിക്ക് സമീപം പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. സ്വന്തം കുട്ടി അല്ലാത്തതിനാൽ ഒഴിവാക്കാൻ ആയിരുന്നു കൊലപാതകമെന്ന് രണ്ടാനമ്മയായ അനീസ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടി ഇപ്പോ അച്ഛനിലെ കുട്ടിയാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ ബാധ്യത വരും. പക്ഷേ സ്റ്റെപ്പ് മദർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവിടെ എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണ്. ഇപ്പോ ഇറ്റ് ഇസ് ടു early ടു സ്പെക്കുലേറ്റ് എനിത്തിങ്. പക്ഷേ നമ്മൾ വളരെ ഏജന്റായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. DYSP മൂവാറ്റുപുഴ, ബൈജു, ഇത് IPSHO കോട്ടമംഗലം, ബിജോയ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഇന്നലെ രാത്രി 8:30 മണിക്ക് ശേഷം, മീൻസ് എക്സാക്ട് ടൈം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് കാരണം കറക്റ്റ് റിപ്പോർട്ട്, ഫുൾ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം കിട്ടിയ ശേഷം മാത്രം പറയാൻ പറ്റും. അത് എല്ലാ ഇൻവെസ്റ്റിഗേഷനിൽ വരും. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മാത്രം പറയുന്നുണ്ട്. ഇത് ശരിക്കും ഇത് മർഡർ ആണ്. അതിന്റെ ഭാഗമായി സ്റ്റെപ്പ് മദർ നമ്മുടെ കസ്റ്റഡിയിൽ വരും. നമ്മൾ ഉടൻ തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഫാദറിനെ റിലീസ് ചെയ്യും. അതെല്ലാം നമ്മൾ ബാക്കി എല്ലാ ചോദ്യം ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ട്? ഈ സമയത്ത് വരെ സ്റ്റെപ്പ് മദർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഉടൻ തന്നെ നമ്മൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഇത് മാത്രം എനിക്ക് പറയുന്നത്. വേറെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും. അത് നമ്മൾ ഈ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ 6:30 അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ മകൾ മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ മകൾ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ല എന്നായിരുന്നു കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും പോലീസിന് നൽകിയ വിശദീകരണം. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവൊന്നും കണ്ടെത്തിയില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പിതാവ് അജാസ് ഖാനെയും രണ്ടാനമ്മയെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതായി അനീസ പോലീസിനോട് സമ്മതിച്ചു. അന്നേ ദിവസം രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴായിരുന്നു കൊലപാതകം. മുസ്കാനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ കുടുംബത്തിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നു. അജാസ് ഖാൻ ഒരു 7 വർഷം മുമ്പാണ് ഇവിടെ ഈ വീട്ടിൽ താമസം തുടങ്ങുന്നത്. അതിനുശേഷം അയാളുടെ ഉമ്മ ആദ്യം മരിച്ചു, വാപ്പ രണ്ടാമത് മരിച്ചു. ഉമ്മ മരിച്ചു 1 വർഷക്കാലം ഈ കുട്ടിയെ മുസ്കാനെ ഇയാളുടെ പിതാവ് വളരെ സ്നേഹത്തോടെ കൊണ്ട് വളർത്തിയതാണ്. അയാളും രോഗിയായതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ യുപിയിലേക്ക് മടങ്ങി 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള ഈ രണ്ടാം ഭാര്യയെ അയാൾ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 3 മാസക്കാലമായി. മാത്രമല്ല ഇപ്പോൾ ഉള്ള ഈ രണ്ടാം ഭാര്യയുടെ 1.5 വയസ്സുള്ള കുട്ടിയെ അത് എടുത്തുകൊണ്ട് കിടന്ന് എപ്പോഴും അവർ ഇതിലെല്ലാം കളിപ്പിക്കാനും എല്ലാം കൊണ്ടു കിടക്കുന്ന കുട്ടിയായിരുന്നു. സ്കൂളിൽ പോകുന്നില്ല. അവർ ഇടയ്ക്ക് യുപിയിലേക്ക് പോയല്ലോ. എന്നിട്ടിപ്പോൾ സ്കൂളിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് ഏർപ്പാടായിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇത് സംഭവം ഉണ്ടാകുന്നത്. അതിന് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഈ 2 വീട്ടുകാർ പറയാറുണ്ട്, ഇവനും ഉപദ്രവിക്കും. കൂടുതൽ ഉപദ്രവിക്കുന്ന ആ സ്ത്രീയാണ്. അത് ചെകിട്ടത്ത് നല്ല അടി കൊടുക്കും. അടി കൊടുത്ത പാടൊക്കെ കാണാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ വീട് അടുത്താണെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. ഈ 2 വീട്ടുകാരും പറയും അവർ നിരന്തരം ഉപദ്രവിക്കാറുണ്ട്, നന്നായി അടിക്കാറുണ്ട്. കൊച്ചുകുട്ടി തെന്നി വീണാലും
ഇതിനെ ശിക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആ സ്ത്രീക്ക്. പക്ഷേ കുട്ടി നല്ല ആ കൊച്ചിനോടും നല്ല സ്നേഹമാണ്. എന്നാൽ പിതാവിന് ഈ കുട്ടിയോട് നല്ല സ്നേഹമായിരുന്നു. മുസ്കാനോട് നല്ല സ്നേഹവും നല്ല വാത്സല്യവുമായിരുന്നു. മറ്റേ സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ഇവരെ ഈ കുട്ടിയെ ഒഴിവാക്കണമെന്ന് അയാളോട് പറയാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെ 6:30-ക്ക് ഞാനിവിടെ വന്നു. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ആ കുട്ടിയെ എടുത്ത് കിടത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത് മുസ്കാൻ മറ്റേ അതിൻ്റെ ഫാദർ ഇരുന്ന് വലിയ വിഷമത്തിലായിരുന്നു ഇരുന്നത്. അത് കഴിഞ്ഞ് മറ്റേ സ്ത്രീ രണ്ടാം ഭാര്യ അടുത്ത റൂമിലിരുന്ന് കുറച്ച് നേരം ഒന്ന് കരയുന്നത് പോലെ സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് നോക്കിയപ്പോൾ അവർ കിച്ചണിൽ കൂടെയൊക്കെ നടക്കുന്നതായിട്ടാണ് കണ്ടത്. അവർക്ക് ആ ഒരു വിഷമങ്ങളോ ഒന്നും, കുട്ടി മരിച്ചതിൻ്റെ ഒരു വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇളയ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാലും കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടായാലും അതിന്റെ പേരിൽ മുസ്കാനെ പ്രതി ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നു. 6 വയസ്സായെങ്കിലും കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അടുത്ത വർഷമാണ് കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നത് എന്നും ആയിരുന്നു പിതാവ് നാട്ടുകാർക്ക് നൽകിയിരുന്ന വിശദീകരണം. മലയാളം ഭാഷ വശമില്ലാത്തതിനാൽ അയൽക്കാരുമായി പ്രതി അകലം സൂക്ഷിച്ചിരുന്നു. 1 വർഷം മുമ്പാണ് പ്രതിയായ അനീസയെ അജാസ് ഖാൻ വിവാഹം കഴിക്കുന്നത്. ആദ്യ ഭർത്താവിൽ ഒരു കുട്ടി കൂടിയുണ്ട് പ്രതിക്ക്. വെറും 6 വയസ്സ് മാത്രമുള്ള പിഞ്ചുകുഞ്ഞ് അരുംകൊല ചെയ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കാനാവാത്ത നടുക്കത്തിലാണ് നാട്ടുകാർ. ഞാൻ ഈ വാർഡിലെ ആശാവർക്കറാണ്. ഈ കൊച്ചിനെ നമുക്ക് ഈ ഭാഗത്ത് ഈ ഒരു കുറച്ച് വീടുകളിൽ എല്ലായിടത്തും കണ്ണുലുണ്ണിയായിട്ട് വളർന്ന ഒരു കൊച്ചാണ്. കാരണം ആരും എല്ലാവരെയും കണ്ട് ചിരിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യണ കൊച്ചാണ്. പക്ഷേ ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത് ആരോഗ്യ ഹെൽത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പം അതിനുവേണ്ടി ഞാൻ ചെന്നപ്പോൾ ഇവർ നമ്മളെ കണ്ടിട്ട് അവർ ഒളിക്കുകയാണ് ചെയ്തത്. അത് അടുക്കളയിലോട്ട് പോയിട്ട് അവിടെ ഒളിച്ചു. അപ്പം ഞാൻ അജാസിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നാണമായിട്ടാന്നുള്ള രീതിയിലാണ്. ഈ നാണമുള്ള സ്ത്രീക്ക് ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്തായാലും ആ കൊച്ചിനെ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ പുതുപ്പാലം കുറച്ച് വീടുകളിൽ ആ കൊച്ചി ഈ വീടുകളിൽ ഒരു സ്വത്തായിരുന്നു. ഒരു അന്യ സംസ്ഥാനമായിട്ടല്ല ഞങ്ങൾ കണ്ടത്. എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന കൊച്ചാണ്. പിന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല, മനസ്സിൽ നിന്ന് ആ മുഖം മായില്ല. പിന്നെ ഇവർ ഇവിടെ വന്നിട്ട് 5 മാസമായുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊച്ചിനെ ക്ലാസ്സിൽ പോകണില്ല, അല്ലെങ്കിൽ അംഗൻവാടിയിൽ വിടാൻ പറഞ്ഞപ്പോൾ അജാസ് എന്നോട് പറഞ്ഞത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് കഴിയട്ടെ, ഈ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ ചേർക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ചേർക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആരോടും മിണ്ടൂല. പുള്ളിക്കാരി നമ്മളെ കാണുമ്പോൾ എല്ലാം ഒളിക്കുകയാണ്. എന്താണെന്നറിയില്ല. പല പ്രാവശ്യം ഞാൻ കാണാനായിട്ട് ചെന്നെങ്കിലും കാണാൻ പറ്റിയില്ല. പ്രശ്നങ്ങൾ ഇപ്പം പറയേണ്ട ആദ്യം നാളിലുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം വേറെ കുഴപ്പങ്ങളൊന്നും പറയണില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ എൻ്റെ വാർഡിലല്ല, ഈ ലോകത്തോട് തന്നെ പറയാനുള്ളത്, ഈ മലയാളികൾ താമസിക്കുന്ന വീട് വരെയും ഒഴിവാക്കി നമ്മൾ അതിഥി തൊഴിലാളികളാണെന്നും പറഞ്ഞ് നമ്മൾ ഇവരെ കൊടുന്ന് താമസിപ്പിക്കും. പക്ഷെ മലയാളിയുടെ മൈൻഡല്ല ഒരിക്കലും ഒരു അതിഥി തൊഴിലാളികൾ. കാരണം ആ സ്ത്രീയെ കണ്ട ഒരു കൊലപാതകം ചെയ്യാൻ പറ്റിയ മനസ്സുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. മീഡിയ 60 കോതമംഗലം.